ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നേർച്ചയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ ഇതെൻ്റെ കസിനാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാടത്തിൽ കൂടെ നടക്കുകയാണ്. ഫസ്റ്റ് പ്രോഗ്രാം വന്നു, അടിപൊളി പ്രോഗ്രാമായിരുന്നു. ബാൻഡ് സെറ്റ്, ഒരാനയാണ് തോന്നുന്നു ഇതിലുണ്ടായിരുന്നത്. പിന്നെ ഇതായിരുന്നു നമ്മുടെ ഔട്ട്ഫിറ്റ്. അങ്ങനെ ആ ഒരു ആന പൊക്കം കണ്ട സൂപ്പർ ആന കേട്ടോ ഗൈസ്. പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം നിൽക്കുകയായിരുന്നു. പിന്നെ ഒരു പരിപാടി, നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒറ്റ നേർച്ചയിലെ പറമ്പിലാണ് വന്ന് നിൽക്കുന്നത് നമ്മൾ. ഇവരിങ്ങനെ കുറച്ച് നേരം ഇവിടെ കൊട്ടി. ഇവിടെ നല്ല അടിപൊളി പരിപാടി. ഇവിടെ ദഫൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് എവിടത്തെയോ ആയിരുന്നു കേട്ടോ. ഏതൊരു ടീമാണ് വന്നത്. അടിപൊളി ഡാൻസും കൊട്ടും അങ്ങനെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് വന്നത് അങ്ങോട്ട്. ഇത് എൻ്റെ കസിൻ്റെ വീടാണ്. പിന്നെ അടുത്ത ടീമും വന്നു. പിന്നെ ഇത് പൊട്ടംകോട് ടീമാണ്. അടിപൊളി പരിപാടി. ഇങ്ങനെ ഓരോരോ ടീംസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഓരോരോ ട്യൂണിട്ടിട്ടാണ് ബാൻഡ് സെറ്റ് അടിക്കുക. അടിപൊളി പരിപാടിയാണ്. അങ്ങനെ നിറയെ ആൾക്കാരും നല്ല അടിപൊളി ഫുള്ളൊക്കെ ഉണ്ടാവും. പറയുമ്പോൾ ഫുള്ള് ആൾക്കാരായിരുന്നു. ഇത്രയും വലിയ പരിപാടിയായിരുന്നു കേട്ടോ ഇവിടെ. നല്ല അടിപൊളി. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫ്രീ ആകുമ്പോൾ വേറൊരു പള്ളിയിൽ കയറുകയാണ്. ഓക്കെ, ഇങ്ങനെയായിരുന്നു കേട്ടോ പരിപാടി. പിന്നെ അപ്പുറത്ത് പോപ്പർ, അങ്ങനെ പടക്കം, നല്ല അടിപൊളി പടക്കം. നമുക്ക് നല്ല ഫിനിഷ് ലുക്കൊക്കെ തരുന്നുണ്ട്. അത് പറയുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി. ഇങ്ങനെ ഔട്ടായിരുന്നു പൊട്ടിയത്. അതിങ്ങനെ കുറേ നേരം നോക്കി നിന്നു. അങ്ങനെ അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ പൊട്ടിട്ടാണ്. എന്ത് രസമാണ് അല്ലേ. പിന്നെ ഇതിന് മുകളിലൊക്കെ ആൾക്കാരാണ്. ഇത് രാവിലത്തെ പരിപാടി ദഫായിരുന്നു കേട്ടോ, രാവിലെ പുലർച്ചെ. പിന്നെ മഴ പെയ്തതിന് കുളമായി. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് കമ്മൽ അങ്ങനത്തെയൊക്കെ മേടിച്ചു. വീണ്ടും പരിപാടി ഉണ്ടായിരുന്നു. ഇത് നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഇവർ ഇങ്ങനെ 3 ആനനെയാണ് കൊണ്ടത്. 3 ആന അടിപൊളിയായി പൊക്കുണ്ട്. പിന്നെ സലാം പറയലുണ്ടാവുമല്ലോ പള്ളീൻ്റെ ഉമ്മർത്ത് വെച്ചിട്ട്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ കുന്നിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അങ്ങനെ സലാമൊക്കെ പറഞ്ഞു. ഇതും അടിപൊളി പരിപാടിയായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ വന്നത് പൊരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് രാത്രിത്തെ വീണ്ടും പരിപാടിയാണ് കേട്ടോ. ഇടയിൽ കൂടെ കയറിയിട്ടതാണ്. ഇത് നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഇതും കുഴപ്പമില്ല. ഇത് ചുവപ്പ് കോസ്റ്റ്യൂമാണല്ലേ. ഇത് അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ ഇതിനും 3 ആന ഉണ്ടായിരുന്നു. ഈ 3 ആന അടിപൊളി. പിന്നെ ഏതൊരു ടീമിന് 5 ആന ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു തോന്നുന്നു. ഏതൊരു ടീമിന് 5 ആന, ഇതിന് 3 ആനയാണ്. ആ ടീം അടിപൊളിയായിരുന്നു. നിങ്ങളതിന് വേറെ വീഡിയോസിലൊക്കെ കാണുമായിരിക്കും. പൊറ്റ നർച്ചൻ സെർച്ച് ചെയ്ത് വരും. എന്നാലും നമ്മുടെ വീഡിയോ എന്തായാലും കാണണം, ഷെയർ ചെയ്യണം. ഓക്കെ. പിന്നെ ഇത് അടിപൊളി 3 ആനയായിരുന്നു. 3 ആന നല്ല അടിപൊളി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നേർച്ചയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ ഇതെൻ്റെ കസിനാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാടത്തിൽ കൂടെ നടക്കുകയാണ്. ഫസ്റ്റ് പ്രോഗ്രാം വന്നു, അടിപൊളി പ്രോഗ്രാമായിരുന്നു. ബാൻഡ് സെറ്റ്, ഒരാനയാണ് തോന്നുന്നു ഇതിലുണ്ടായിരുന്നത്. പിന്നെ ഇതായിരുന്നു